ലയണൽ മെസ്സിയും സംഘവും പന്തു തട്ടാൻ കേരളത്തിലെത്തുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ. മീൻസ് 2025 അർജന്റീനിയൻ ടീം എത്തുമെന്നാണ് പറയുന്നത്. അങ്ങനെ അർജന്റീനിയൻ ടീം എത്തിയാൽ ആരുമായിട്ടായിരിക്കും അവർ പന്ത് തട്ടുക? ഈ അർജന്റീനയ്ക്ക് പകരമായി കളിക്കാനുള്ള മറ്റൊരു ടീം, എതിരായി കളിക്കേണ്ട ടീം, അത് ആ കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ട ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനുമായി നമ്മൾ ചർച്ചകൾ നടത്താൻ തീരുമാനിച്ചു. നമ്മൾ സൗദി അറേബ്യ പോലുള്ള ടീമിനെ ആഗ്രഹിക്കുന്നുണ്ട്, മൊറോക്കോ പോലുള്ള ടീമുകൾ ആഗ്രഹിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മളിതിൽ കാണേണ്ടത് ഇന്ത്യയിൽ ഫുട്ബോളിൽ കൂടുതൽ ആവേശമുണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ തന്നെ. ആ ഒരു പ്രോത്സാഹനം താഴെത്തട്ടിലേക്ക് വന്നാൽ നമ്മുടെ കുട്ടികൾക്ക് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ പറ്റും. അതാണ് അർജന്റീന നമുക്ക് തന്നിട്ടുള്ളൊരു ഓഫർ. നമ്മുടെ കുട്ടികളെ പരിശീലിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ പരിശീലനത്തോടൊപ്പം തന്നെയാണ് നമ്മുടെ സൗഹൃദ മാച്ചുകളും വരുന്നത്. ഇനിയിപ്പോൾ അങ്ങനെ വരുമ്പോൾ മത്സരം എവിടെ നടക്കും എന്നുള്ളൊരു ചോദ്യമാണ്. ഇപ്പോൾ പെട്ടെന്ന് നടത്താൻ പറ്റുന്നതാണെങ്കിൽ നമുക്ക് കൊച്ചി മാത്രമേ പറ്റുള്ളൂ. എന്നാലും നമുക്ക് 2 മത്സരങ്ങളാണ് ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ടൊരു പട്ടണം എന്നുള്ളത് കൊച്ചിയിൽ തന്നെയാണല്ലോ സൗകര്യം, ഹോട്ടലുകളും മറ്റു സൗകര്യങ്ങളും. മറ്റൊന്ന് മലബാറിലാണ് വേണ്ടത്, പ്രത്യേകിച്ച് മലപ്പുറത്ത് പുതിയ സ്റ്റേഡിയത്തിൻ്റെ പണി നമ്മൾ ആരംഭിക്കാൻ പോകും. ഏകദേശം 50,000 ആളുകൾക്ക് ഇരിക്കാൻ പറ്റുന്ന ഏറ്റവും നൂതനമായിട്ടുള്ള സ്റ്റേഡിയമാണ് നമ്മൾ പണി. ഈ 2025 കൂടി ആ ഗ്രൗണ്ടിൻ്റെ പണികൾ പൂർത്തിയാവുകയാണെങ്കിൽ ഒരു മത്സരം അവിടെ പ്രതീക്ഷിക്കും. തീർച്ചയായിട്ടും അങ്ങനെയാണല്ലോ. നമ്മുടെ മലബാറിലെ ഫുട്ബോൾ പ്രേമികളെ സംബന്ധിച്ചിടത്തോളം ഉറപ്പായിട്ടും അവർക്കൊരു വലിയ ഒരു കാര്യമാണ്. മാത്രമല്ല അവരാഗ്രഹിക്കുന്നതാണ് അത്തരത്തിലൊരു സ്റ്റേഡിയം. അപ്പോൾ ഈ 2 സ്വപ്നങ്ങൾ ഒന്നിച്ച് നമുക്ക് അവർ കൊടുക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഞാൻ ആരുമായിട്ട് കളിക്കുമെന്ന് വെച്ചപ്പോൾ മിനിസ്റ്റർ സൗദിയുടെ മൊറോക്കയുടെ പേരൊക്കെ പറഞ്ഞു. നമ്മുടെ ഇന്ത്യയുടെ പേര് പറഞ്ഞില്ല. എന്തായാലും ഇന്ത്യയുമായി കളിയുണ്ടല്ലോ, ഇന്ത്യയുമായി മത്സരം ഉണ്ടാവും. ഹോം ടീമുമായിട്ട് മത്സരിക്കണമല്ലോ. അതാണല്ലോ സൗഹൃദ മത്സരങ്ങൾ ഏറ്റവും പ്രധാനമായിട്ട്. ആ കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനുമായി ചർച്ച ചെയ്തതിന് ശേഷം നമുക്ക് പറയാൻ കഴിയുള്ളൂ. നമ്മൾ മുൻകൂട്ടി പറയേണ്ടതില്ല. ടീം എത്തും എന്നുള്ള കാര്യം അവർ സമ്മതം അറിയിച്ചിട്ടുണ്ട്. നമ്മളതിന് ഉള്ള സന്നാഹങ്ങൾ ഇനി ഒരുക്കിയാൽ മാത്രം മതി. അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുരോഗമിക്കുന്നതേ ഉള്ളൂ. അധികം വൈകാതെ തന്നെ ഒഫീഷ്യലി ഒരു കൺഫർമേഷൻ ഉണ്ടാവുകയും ചെയ്യും. അരുണിനൊപ്പം ടി എസ് ഹരീഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.